നമ്മളെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ പൈശാചിക ശക്തികളെ ജയിക്കാനായിട്ടുള്ള മാർഗങ്ങളും എങ്ങനെയാണ് പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതും എല്ലാമാണ് നമ്മൾ പഠിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിലും നമ്മുടെ സോളിലും ദേഹിയിലുമുള്ള പൈശാചിക ശക്തികളെക്കുറിച്ചും ഒക്കെ നമ്മളൊരു സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഡെലിവറൻസ് പ്രെയറാണ് ചെയ്യുന്നത്. ഒരു മോഡൽ ഡെലിവറൻസ് പ്രെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങളിത് ചെയ്യണം. കാരണം ഇത് നിങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ ഈ പഠിച്ചോട്ട് വന്നതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മളിത് ചെയ്യുകയാണ്. ഇത് ചെയ്യണം എന്ന് പറയാനുള്ള കാര്യം, ഇത് ഒരു മോഡലാണെങ്കിലും നിങ്ങൾ ദൈവം നമ്മുടെ നാവിൽ അധികാരം തന്നിരിക്കുകയാണ്. നാവിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നാവിൽ തന്നിരിക്കുകയാണ്. നമ്മളിതൊന്ന് പലപ്പോഴും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ പോലും അത് തെളിയിക്കപ്പെട്ടു. ഈ മാറ്റർ ക്യാൻ അബ്സോർബ് സൗണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ചുറ്റുമുള്ള ഈ ഭിത്തിയും അല്ലെങ്കിൽ ഈ ഡോറും ഈ വിൻഡോസും എല്ലാം തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ്. അത് തിരിച്ചു കൊണ്ടുവരാമെന്ന് ശാസ്ത്രം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. യേശുക്രിസ്തു ന്യായം വിധിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാക്ഷികളായിട്ട് കട്ടിളയും കുറുമ്പടിയും കട്ടിളയും റൂഫിനെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞ് എഴുതിയ ഭാഗമുണ്ട് ബൈബിളിൽ. അവരാ നിങ്ങൾക്ക് സാക്ഷി പറയുന്നത്. നിങ്ങൾ രഹസ്യത്തിൽ ചെയ്തതിൻ്റെ എല്ലാം സാക്ഷ്യം അവർ പറയും. ആ സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? അന്നേരം നമ്മൾ സംസാരിക്കുന്ന ഈ സൗണ്ട്, ഈ ഫ്രീക്വൻസീസ്, ഇത് പലയിടത്തും മേളിലെ സ്പിരിച്വൽ തലത്തിൽ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ നിങ്ങളൊരു പ്രാർത്ഥിക്കുമ്പോഴേ അവിടെ ഒരു വലിയ ഒരു മിറക്കിൾ നടക്കുന്നുണ്ട്. നമുക്കത് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒരു മിറക്കിൾ എന്താ നടക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജെനുവിനായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. എന്നാൽ തടസ്സം നിൽക്കരുത്. തടസ്സം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ട്. പാപം തടസ്സമാണ്. ദൈവത്തിൻ്റെ മകളായി തീർന്നിട്ടില്ലെങ്കിൽ അത് തടസ്സമാണ്. ഇതെല്ലാം തടസ്സമാണ്. അതല്ലെങ്കിൽ ഇതൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മകളാകുക, പാപങ്ങൾ ഏറ്റുപറയുക. ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ പ്രിവിലേജാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ. അങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഫ്രീക്വൻസീസ് വെച്ച് നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഏഞ്ചൽസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. നമ്മൾ ഏഞ്ചൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അന്നേരം അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഏഞ്ചൽസ് ഉണ്ടല്ലോ. അപ്പം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഏഞ്ചൽസിനെ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം പിശാച് പിടിച്ചുകൊണ്ട് പോയെങ്കിലും ബാക്കി കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. അവരവിടുന്ന് പോരും. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പം ഗബ്രിയേലിനെ അവിടുന്ന് വിട്ടതായിട്ട് നമ്മൾ വായിച്ചു. എന്നാൽ വഴിയെ വെച്ച് തടസ്സമുണ്ടായി. പ്രാർത്ഥന അപ്പം തന്നെ ഉത്തരം കിട്ടി. എന്നാൽ ഗബ്രിയേലിനെ തടസ്സപ്പെടുത്തി. പിന്നെ മിഖായേൽ വരേണ്ടി വന്നു അവനെ റിലീസ് ചെയ്യാനായിട്ട്. അത് നമ്മൾ വായിച്ച് നോക്കിയാൽ അറിയാം. ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാറ് നടത്തുന്നതൊക്കെ നമ്മളല്ല. നമ്മളിങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഈ വാറ് നടത്തുന്നത് നമ്മൾ ഈ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വാറ് നടത്തുന്നത് ലീഗൽ ആയിട്ടുള്ള ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ എൻറ്റിറ്റീസാണ്. സ്പിരിച്വലായിട്ടുള്ള ദൂതന്മാരാണ് ഈ വാറ് നടത്തുന്നത്, നമ്മളല്ല നടത്തുന്നത്. അവരനുസരിച്ച് വാറ് നടത്തിക്കോളും. കാരണം ലീഗലായിട്ടുള്ള റൈറ്റും അവകാശവും ഒക്കെ അവർ ക്ലെയിം ചെയ്യും പിശാചിൻ്റെ കൂടെ. പിശാച് ചെല്ലുമ്പോൾ അവർ എഗൻസ്റ്റായിട്ട് ക്ലെയിം ചെയ്തോളും. ക്ലെയിം ചെയ്ത് അവിടെയൊക്കെ നമുക്ക് അതോറിറ്റി തന്ന് നമ്മളെ റിലീസ് ചെയ്യുകയാണ്. അതാണ് ഓരോ സമയങ്ങളിലായിട്ട് നമ്മുടെ സ്പിരിറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അസൈൻമെൻറ്റ്സും നമ്മുടെ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് വരുന്നത്. അതാണ് തടസ്സപ്പെട്ടിരിക്കുന്ന ഓരോന്നോരോന്ന് റിലീസ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ്. ഈ ലോകത്തിലുള്ള നന്മകളുണ്ട്, അത് റിലീസ് ചെയ്ത് വരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പോയിൻറ്റുകൾ നമ്മൾ ഓർക്കണം. നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, അല്ലേ? യേശുവിൻ്റെ നാമത്തിലാണ് അപേക്ഷിക്കുന്നത്. അത് ഈ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, യേശുവിൻ്റെ രക്തം ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ യേശുവിൻ്റെ രക്തം നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ
യേശുവിൻ്റെ രക്തത്താൽ ഉള്ള മോചനം, ആ ലീഗൽ റൈറ്റ് ടു എൻ്റർ ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് ഉള്ള ലീഗൽ റൈറ്റോടു കൂടിയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. എബ്രായർ 10:19-20 വാക്യങ്ങളിലെ അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം തൻ്റെ തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിലൊരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. ഇവിടെ നോക്കി, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട്. അതാരാണ്? യേശു. ഈ നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾ ചെല്ലണം ഈ പരമാർത്ഥ ഹൃദയത്തോട്. നിത്യാത്മാവിനാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികൾ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ ബ്ലഡ്, കർത്താവിൻ്റെ ബ്ലഡ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിലും നമ്മുടെ ദേഹിയിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ എല്ലാ സ്പിരിച്വൽ ഓർഗൻസിനെയും നമ്മൾ വാഷ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒന്ന് ഓർക്കുക, ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഇമാജിനേഷൻ ഒന്ന് ആക്റ്റീവ് ചെയ്യുക. ആക്റ്റീവ് ചെയ്തിട്ട് നിങ്ങൾ പറയുക, ഐ വാഷ് മൈ സ്പിരിച്വൽ ഹെഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്തിൽ എൻ്റെ സ്പിരിച്വൽ ഹെഡിനെ ഞാൻ വാഷ് ചെയ്യുന്നു. എൻ്റെ സ്പിരിച്വൽ നോളജ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ മെമ്മറി, എൻ്റെ കോൺഷ്യൻസ്, എൻ്റെ ഫോർഹെഡ്, എൻ്റെ ഐസ്, എൻ്റെ ഇയേഴ്സ്, എൻ്റെ നോസ്, എൻ്റെ ടങ്സ്, എൻ്റെ ഹാൻഡ്, എൻ്റെ ഫീറ്റ്, എൻ്റെ ബോഡി, എൻ്റെ ഗാർമെൻറ്റ്സ്, എൻ്റെ ക്രൗൺസ്, എൻ്റെ ഓർണമെൻറ്റ്സ്, എൻ്റെ വെപ്പൺസ്, എൻ്റെ കീസ്, ഇതെല്ലാം തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകുന്നു എന്ന് നമ്മൾ പറയാം. ഇതെല്ലാം തന്നെ, ഞാൻ ഈ സംസാരിച്ചതെല്ലാം തന്നെ എൻ്റെ സ്പിരിറ്റിൻ്റെ ഓർഗൻസാണ്. ഈ സ്പിരിറ്റിൻ്റെ ഓർഗൻസിനെ എല്ലാം ഞാൻ കഴുകുകയാണ്. രണ്ടാമത് നമ്മൾ കഴുകുന്നത് ഓർഗൻസ് ഓഫ് മൈ സോൾ. ഐ വാഷ് മൈ ഓർഗൻസ് ഓഫ് മൈ സോൾ. എന്തൊക്കെയാണ് വാഷ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ് നേരത്തെ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, വില്ല്, ഇമോഷൻസ്, പേഴ്സണാലിറ്റി, ക്യാരക്ടർ, മെമ്മറി, ഇമാജിനേഷൻസ്, ഫാൻറ്റസീസ്, തോട്ട്സ്, ഇതെല്ലാം തന്നെ നമ്മൾ വാഷ് ചെയ്യണം. യേശുവിൻ്റെ രക്തത്താൽ വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ ഈ കാണുന്ന ബോഡി, ഈ ബോഡിയിൽ പിശാച് പലയിടത്തും, ദുരാത്മാവ് പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. അതെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകണം. നമ്മുടെ ഹെഡ്, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ഐസ്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ലിവറ്, കിഡ്നി, ടങ്, ബോൺസ്, നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡ്, നമ്മുടെ കയ്യ്, കാല്, ശരീരം, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം തന്നെ നമ്മൾ കഴുകുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സ്പിരിറ്റ് മാനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ വേണം. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം. ഹല്ലേലൂയ. നമ്മളെല്ലാ ദിവസവും ഇത് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ചെയ്യേണ്ട ഒരു കാര്യം, ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ദേഹിയുടെയും നമ്മുടെ ആത്മാവിൻ്റെയും എല്ലാ പാർട്ടുകളും നമ്മൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തം തളിച്ച്, അത് സംസാരിക്കുന്ന രക്തമാണ്, അത് തളിച്ച് ശുദ്ധീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഇതിത്രയും കഴിഞ്ഞതിന് ശേഷം, ഇത്രയും നമുക്ക് ചെയ്യാമല്ലോ, നമുക്കൊരു പാടുമില്ല, ഇത്രയും ചെയ്യാം. ചെയ്തതിന് ശേഷം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പിശാച് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത് വേക്കൻ്റായിട്ട് ഇടരുത്. അത് തുറന്നിട്ട് കഴിഞ്ഞാൽ അവൻ പോയി 7 എണ്ണത്തെയും കൂട്ടി അകത്തേക്ക് വരും. അതുകൊണ്ട് അതെല്ലാം ആ വഴികളെല്ലാം നമ്മൾ അടയ്ക്കണം. അതിനകത്തു നിന്നെല്ലാം ഇറങ്ങിപ്പോയി. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഇറക്കി വിട്ടു. യേശുവിൻ്റെ രക്തം തെളിച്ച് നമ്മൾ ശുദ്ധീകരിച്ച് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടെങ്കിൽ അത് അടയ്ക്കണം.
അടയ്ക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും അതേ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പോകരുത്, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകരുത്, അങ്ങനെയുള്ള ഐസുകൾ നമ്മൾ ഓർക്കുന്ന സമയത്ത് തന്നെ, നമ്മുടെ കണ്ണിൽ കൂടി ആ പാപം കടന്നു വരുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ജയമെടുക്കുന്നു എന്ന് പറയാൻ പഠിക്കണം. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു പറയാം. അതുപോലെ തന്നെ ഗെറ്റ് ബാക്ക് സൈറ്റൻ എന്ന് പറയാനായിട്ട് നമുക്ക് പഠിക്കണം. നമുക്കറിയാം ആ സമയത്ത് തന്നെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പം സാരമില്ല ദൈവമേ, ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചോളാം, ഞാൻ വൈകിട്ട് ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാനിതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് പ്രാർത്ഥിച്ചോളാം എന്ന് പറയാതെ ആ സമയത്ത് തന്നെ ഗെറ്റ് ബാക്ക് സൈറ്റൻ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പറയാം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അറിയാതെ വീണുപോയി, എന്നോട് ക്ഷമിക്കണമേ. കണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലൊരു ചിന്ത വന്നു, ഒരു അകൃത്യ ചിന്ത, അല്ലെങ്കിൽ എൻ്റെ സഹോദരന് നേരെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് നേരെ വേറെ എന്തെങ്കിലും ഒരു ചിന്ത, ഒന്നീ സെക്ച്വൽ ചിന്ത അല്ലെങ്കിൽ സെക്ച്വൽ അല്ലാത്തത്, ഒരു ഈവിളായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അൺഫോർഗീവ് ചെയ്യാനായിട്ട് പറ്റാത്ത, അവനോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുന്ന ചിന്ത, ഉടൻ തന്നെ കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. വീണ്ടും വരികയാണെങ്കിൽ, വീണ്ടും ആ ചിന്ത പെട്ടെന്ന് വരികയാണെങ്കിൽ ഗെറ്റ് ബാക്ക് സൈറ്റൻ എന്ന് പറയുന്നത് സാത്താൻ ഇത് കൊണ്ടുവരുന്നത്, അപ്പം മാറിക്കോളും. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ ഓർക്കുന്ന സമയത്തെല്ലാം വി ഷുഡ് വാഷ് അവർ ഓർഗൻസ് ഓഫ് യുവർ സോൾ. യു വാഷ് ദ ഓർഗൻസ് ഓഫ് യുവർ ബോഡി, വാഷ് ദ ഓർഗൻസ് ഓഫ് യുവർ സ്പിരിറ്റ്. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യണം. ഈ വഴികൾ, ഈ പിശാച് ഇറങ്ങിപ്പോയ വഴികൾ, നമ്മൾ ആ ഗേറ്റുകൾ അടച്ചിട്ട് ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഫീഡ് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെ ഫീഡ് ചെയ്യണം? ദൈവവചനം ചെല്ലുമ്പോഴേ അവിടെയെല്ലാം അവിടെ എല്ലാം തന്നെ ഡാർക്ക്നെസ് മാറും. ദൈവവചനം ട്രൂത്താണ്, സത്യമാണ്. ആ സത്യമാണ് അവിടെ കവർ ചെയ്യുമ്പോഴേ ആ വെളിച്ചം വന്നിട്ട് അതെല്ലാം മാറും. ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം ലൈറ്റാണ്, പ്രകാശമാണ്. ആർക്കും ഒരിക്കലും കാണാൻ വയ്യാത്ത, ആർക്കും കാണാൻ പറ്റത്തില്ല. പിതാവിന് പുത്രനല്ലാതെ ആർക്കും അവന് വെളിപ്പെട്ടിട്ടില്ല, വേറെ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറയും മോശ കണ്ടില്ലേ, ദൈവത്തെ കണ്ടില്ലേ? നമ്മൾ അത് വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പം ദൈവം മോശയുടെ പാറയുടെ പിളർപ്പിൽ നിന്നു, മോശ ദൈവത്തെ കണ്ടു, ബാക്ക് സൈഡ് കണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ വേർഡ് അവിടെ യൂസ് ചെയ്യുന്ന അക്കോറ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അക്കോറ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. ദൈവം മോശ ഫ്യൂച്ചർ കണ്ടെന്നാണ് പറഞ്ഞു. എന്താ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ഫ്യൂച്ചറാണ് കണ്ടത്. ഹല്ലേലൂയ. അതാ മോശയെ കാണിച്ചു കൊടുത്തത്. അല്ല ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു നാളും കണ്ടിട്ടില്ല. കരീബുകളും സാറാഫുകളും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏഞ്ചൽസാണ്. അവർ പോലും ആ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്, ആ ഗ്ലോറിയാണ്, ദൈവത്തിൻ്റെ ഗ്ലോറിയാണ് വർഷിപ്പ് ചെയ്യുന്നത്. രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ കണ്ട് മുഖത്തോട് കണ്ട് ആരാധിക്കാമെന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ട് ആരാധിക്കാം, കുഴപ്പമൊന്നുമില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ആരെങ്കിലും കണ്ടെങ്കിൽ എന്നോട് പറയണം. ഓക്കെ, അല്ലെങ്കിൽ ആ താഴത്തെ ആ കമൻറ്റ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്തു, ഞാൻ ദൈവത്തെ കണ്ടു എന്നൊന്ന് പോസ്റ്റ് ചെയ്തേരെ. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ആ നിറച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അത് ഗേറ്റ് തുറക്കുന്ന സമയത്ത് വീണ്ടും പിശാചുക്കൾ നോക്കും, ഒഴിഞ്ഞു കിടക്കാൻ കയറി വരും. വേണ്ടാത്ത ചിന്തകളെല്ലാം കയറി വന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നിറയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, നമ്മളെ ശുദ്ധീകരിച്ചു, ദൈവവചനത്താൽ നിറച്ചു. ഇത്രയും കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ ഉള്ളിൽ ഓൾറെഡി പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫ്രീഡം, ആ വേർഡാണ് യൂസ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫ്രീഡം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, 5 റൂമുണ്ട് വീട്ടിൽ, ഒരു റൂം അടച്ചിട്ടിരിക്കുകയായിരുന്നു. 4 റൂമിലും ദൈവത്തിൻ്റെ ആത്മാവിന് പോകാം, ഒരു റൂമിൽ ചില പ്രശ്നങ്ങളുണ്ട് അടച്ചിട്ടിരിക്കുക. ഇന്ന് ആ റൂമും കൂടി പരിശുദ്ധാത്മാവിന് ഓപ്പൺ ചെയ്തപ്പോഴേ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നത് 5 റൂമിൽ, 4 റൂമിലല്ല 5 റൂമിൽ മൂവ് ചെയ്യുന്നു. 5 റൂമുണ്ടായിരുന്നു, 4 മൂവ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ, ഇന്ന് 5 മൂവ് ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ എ കംപ്ലീറ്റ് സറണ്ടർ. പരിശുദ്ധാത്മാവിന് ഫ്രീഡം ലൈഫിൽ എല്ലായിടും കൊടുത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആസിയയിലോട്ട് പോകാൻ നേരത്തെ പരിശുദ്ധാത്മാവിനെ തടഞ്ഞു എന്ന് പറഞ്ഞില്ലേ. പരിശുദ്ധാത്മാവിന് തോന്നുമ്പോൾ എനിക്കും തോന്നും, എനിക്ക് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവിന് തോന്നും. അതാണ് ദൈവവും ഞാനും തമ്മിൽ ഒരു ലൈസണിങ്,
ഒരു റെസനൻസ്, ആ ഒരു രീതിയിൽ ആ ലേസണിങ് ജീവിക്കുക. അങ്ങനൊരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരും. അവിടെയാണ് ഇമ്പാർട്ടേഷൻ നടക്കുന്നത്. അല്ലേ, ശ്രദ്ധിക്കുക, അവിടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു ഇമ്പാർട്ടേഷൻ നടക്കുക. ഒരു ഇമ്പാർട്ടേഷൻ ഉള്ളിലേക്ക് വരുമ്പോഴേ നമ്മൾ ശക്തിയിൽ നിറയും. പരിശുദ്ധാത്മാവിലും ശക്തിയാലും നിറഞ്ഞു എന്ന് പറയുമല്ലേ. ഈ ശക്തിക്ക് പല ഘടകങ്ങളുണ്ട്. ശക്തി എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ഒരു കണികയുണ്ട്. അപ്പോൾ ആനയുടെ ശക്തിയാണോ കുതിരയ്ക്കുള്ളത്? അല്ലല്ലോ, അതിനൊക്കെ വ്യത്യാസമുള്ളതല്ലേ. ചെറിയൊരു ഹോഴ്സ് അല്ല, എന്തായാലും ആടിനുള്ള ശക്തിയാണോ ആനയ്ക്കുള്ളത്? അല്ലല്ലോ, വ്യത്യാസമുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ശക്തിക്ക് വ്യത്യാസമുണ്ട്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ഏലിയാവ് ഓടിയത്. രഥത്തിന് മുന്നേ ഓടി. പട്ടിണി കിടന്ന ഏലിയാവ്, ഭക്ഷണം കഴിക്കാത്ത ഏലിയാവ്, ആ മഴ വരുന്നതിന് മുമ്പേ രഥത്തിന് മുമ്പേ ഓടി. ആഹാബിൻ്റെ രഥത്തിൻ്റെ കുതിര ഓടുന്ന സ്പീഡിനേക്കാൾ മുമ്പേ ഓടിയപ്പോൾ എത്ര സ്പീഡിലാണ് ഓടിയെന്ന് നോക്കി. അത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എംപവർമെൻ്റാണ് ഓടാൻ പറ്റിയത്. അതുപോലെ നമ്മൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. ഈ ശക്തി നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആത്മാവിൻ്റെ ഫ്രീഡം. അതിൽ കൂടി നമുക്ക് ഒരുപാട് ഇമ്പാർട്ടേഷനുണ്ട്. എന്തൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്നത്? ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു സൈഡിൽ, ആത്മാവിൻ്റെ വരങ്ങൾ ഒരു സൈഡിൽ. ഹലോ, ശ്രദ്ധിക്കുക, ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു സൈഡിൽ, 9 ഫലങ്ങൾ. ഫലം ഒറ്റ ഫലമാണെന്നാലും 9 ചിറകിനകത്ത് 9 എണ്ണം വെക്കുക. ഇപ്പുറത്തെ 9 എണ്ണം. താഴെ വാലിൻ്റെ അവിടെ 5 എണ്ണം ഉണ്ട്. 5 റെസ്പോൺസിബിലിറ്റി, സഭയിലുള്ള 5 റെസ്പോൺസിബിലിറ്റി. ഹലോ, ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിൻ്റെ മേലെ സ്നാനപ്പെട്ട സമയത്ത് ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി എന്ന് പറഞ്ഞു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 9 ആത്മാവിൻ്റെ ഗുണങ്ങൾ, 9 ആത്മാവിൻ്റെ ഫലങ്ങൾ, വരങ്ങൾ, 5 റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാണ്? അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇടയന്മാരെ, ഇവാഞ്ചലിസ്റ്റ്, മിഷൻസ്. ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി, 5 റെസ്പോൺസിബിലിറ്റി. 5 വാലിനകത്തുള്ള 5 ഫെദേഴ്സ്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ ദൈവമാക്കും. അതാണ് വലിയൊരു വിടുതൽ, അതാണ് റിലീസ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? യു വിൽ ബി ഷിഫ്റ്റഡ് ടു റെലംസ്. ആത്മാവിൻ്റെ മണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ ചിന്തകൾ, ഇമാജിനേഷൻസ് ആത്മാവിൻ്റെ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആത്മീക ജീവികളെ കാണാൻ പറ്റും. ദേ വിൽ ഇമ്പാർട്ട്. അവർ നിങ്ങളെ സഹായിക്കുന്ന ദൂതന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ദർശനങ്ങൾ കിട്ടും, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കിട്ടും. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സ്വപ്നം പറയും. നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന് പറയും. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാളിൽ എത്ര പിശാചുണ്ടെന്നിരിക്കുന്നത് നിങ്ങൾക്ക് പറയാം. കാരണം യു ആർ ലൈറ്റ്. ദൈവത്തെ പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രതിബിംബങ്ങളായിട്ട് യേശുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നിങ്ങൾ നിൽക്കുകയാണ്. യു ആർ ദ ലൈറ്റ്. ആ ഒരു സ്റ്റേജിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കണം. ഞാനിവിടെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിങ്ങളത് നിങ്ങളുടേതായിട്ട് ഏറ്റെടുക്കുക. അത് ഏറ്റവും ആവശ്യമാണ്. ഈ നാളുകളിൽ ചില അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ ചില പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരോ ചില പാസ്റ്റേഴ്സോ നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞാനായിരിക്കാം, അറിയത്തില്ല. ഈ നാളുകളിൽ അതുകൊണ്ടായിരിക്കും നിങ്ങളിത് കേൾക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു റിലീസ് വരിക, ഒരു ഡെലിവറൻസ് വരികയാണ്. നിങ്ങളിത് ഹാപ്പച്വലായിട്ട് കാണുന്നതല്ല, ദൈവം ഇത് ലിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് കാണുന്നത്. അവിടെ ഞാൻ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കട്ടെ, സമയം തീർന്നുകൊണ്ട് ചുരുക്കമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതേ മോഡലിൽ പ്രാർത്ഥിക്കുക, ഈ പ്രാർത്ഥിക്കുന്ന മോഡലിൽ പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് ജീവിതത്തിലെ വലിയ ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു അനുഭവമായി തീരും. ദൈവം നിങ്ങളെ വിടുവിക്കും. പ്രാർത്ഥിക്കാം. ദിസ് എ ഡെലിവറൻസ് പ്രയർ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഇരിക്കുകയാണ്. നീ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പ്രഷ്യസായിട്ട് കർത്താവെ കരുതുകയും ചെയ്യുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും
യേശുവിൻ്റെ രക്തത്താലുമുള്ള വിജയം ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലകളിലും യേശുവിൻ്റെ രക്തം ഞങ്ങൾ തളിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിൻ്റെ എല്ലാ ഓർഗൻസിലും യേശുവിൻ്റെ രക്തം തളിക്കുന്നു. അതുപോലെ ദേഹിയുടെ എല്ലാ ഓർഗൻസിലും യേശുവിൻ്റെ രക്തം തളിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിലും യേശുവിൻ്റെ രക്തം തളിക്കുന്നു. ഏതെങ്കിലും ഈവിളായിട്ടുള്ള ചിന്തകളോ ഏതെങ്കിലും വികാരങ്ങളോ ഏതെങ്കിലും ഈവിളായിട്ടുള്ള കർത്താവെ ഡെമൺസോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം തളിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. കർത്താവെ, തടഞ്ഞിരിക്കുന്ന ഡിലേ ആയിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പൽസിച്ച് പുറത്ത് ചാടിക്കുന്നു. വി കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ടു ഗോ ഔട്ട്. എല്ലാം മാറിപ്പോകട്ടെ. എല്ലാ ഡിലേകളുടെ സ്പിരിറ്റിനെയും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഡൾട്രസ് സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ സർപ്പൻറ്റൈൻ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജെസിബേൽ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ സ്പിരിച്വൽ ഹസ്ബൻഡ് സ്പിരിച്വൽ വൈഫ് സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ പൈതൻ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ ഒക്ടോപ്പസ് സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ സർപ്പൻറ്റൈൻ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ നീ ഞങ്ങളുടെ കർത്താവെ ആക്ടിവേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ദൂതന്മാരെ നീ ആക്ടിവേറ്റ് ചെയ്ത് ഞങ്ങളുടെ അസൈൻമെൻറ്റിന് വേണ്ടി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതും കിട്ടാതിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഞങ്ങളുടെ കർത്താവെ ഡെസ്റ്റിനിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ വണ്ടർഫുള്ളായിട്ടുള്ള കാര്യങ്ങളെ നീ ഞങ്ങൾക്ക് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ മനസ്സിലുമൊക്കെ മുറുകെ പറ്റിയിരിക്കുന്ന കർത്താവെ എല്ലാ വൈകല്യങ്ങളും എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓർഗൻസിലുള്ള സ്റ്റൊമക്കിലുള്ള പ്രശ്നങ്ങൾ, ലിവറിലുള്ള പ്രശ്നങ്ങൾ, ഹാർട്ടിലുള്ള പ്രശ്നങ്ങൾ, സ്പ്ലീനിലുള്ള പ്രശ്നങ്ങൾ, കിഡ്നിയിലുള്ള പ്രശ്നങ്ങൾ, കാലുകളിലുള്ള പ്രശ്നങ്ങൾ, ഞരമ്പുകളിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിയിലുള്ള പ്രശ്നങ്ങൾ, തലയിലുള്ള പ്രശ്നങ്ങൾ, ചെവിയിലുള്ള പ്രശ്നങ്ങൾ, കണ്ണിലുള്ള പ്രശ്നങ്ങൾ, ഞങ്ങളുടെ എല്ലാ ഓർഗൻസിലുള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴേ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, സഹായിക്കുകയാണ്. നീ ഞങ്ങളുടെ ദൂതനെ കൊണ്ട് ഞങ്ങളെ കാവൽ ചെയ്യണം. നിൻ്റെ രക്തത്തെ കോട്ടയിൽ ഫയർ വാളിനകത്ത് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മൂവ് ചെയ്യുമ്പോഴേ കർത്താവെ ഏതെങ്കിലും രീതിയിലുള്ള തിന്മകളുണ്ടെങ്കിൽ നീ കാണിച്ചു തരികയും അതിൽ നിന്ന് അപ്പോഴപ്പോഴും ജയമെടുക്കുകയും ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, നിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതിനാൽ നിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് പാപത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് എല്ലാ ദിവസവും ജീവിപ്പാൻ കർത്താവെ നീ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണം. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇതൊരു മോഡൽ പ്രയറായിട്ട് ഞാൻ പ്രാർത്ഥിച്ചാണ്. എന്നാൽ നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ ചില രോഗങ്ങളിൽ നിന്ന് വിടുതൽ വന്നിട്ടുണ്ട്. നിങ്ങൾ തുടർമാനമായിട്ട് ആ വിഷയം നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗത്തിന് വേണ്ടി 1-2 മീൽസോ അല്ലെങ്കിൽ 1-2 ദിവസം ഫുള്ളായിട്ട് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആ രോഗത്തിൽ നിന്നുള്ള വിടുതൽ വരും. പ്രത്യേകിച്ച് ഈ ഞരമ്പുകളിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അസ്ഥികളിലുള്ള വേദന, നടക്കാൻ വയ്യാതിരിക്കുന്ന വേദനകൾ ഇന്ന് യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. എൻ്റെ ആത്മാവിൽ ദൈവം പറയുന്നു ഇന്ന് സൗഖ്യമാക്കിയിട്ടുണ്ട്. ആരുടെയൊക്കെയോ നടക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ ഒക്കെ ദൈവം ഉത്തരം തരുന്നുണ്ട്. നിങ്ങൾ അറിയിക്കുക, സ്തോത്രത്തിന് വേണ്ടി അറിയിക്കുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ ഫസ്റ്റ് സൺഡേയിലെ മീറ്റിങ്ങിൽ നിങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.